അതുകൊണ്ട് റോഷി അവസാനത്തെ അനുനയ നീക്കവും UDF-ന്റെ ഭാഗത്തുനിന്ന് പരാജയപ്പെട്ടു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇത് ഔദ്യോഗിക തീരുമാനം എത്തുന്നു. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഇക്കുറി നിലമ്പൂരിൽ മത്സരത്തിനുണ്ടാകും. അരുൺകുമാർ, UDF നേതൃത്വം പലതവണ നടത്തിയ അനുനയ നീക്കം പൂർണ്ണമായും പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ തെളിവാണ് PV അൻവർ സ്ഥാനാർത്ഥിയായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുക്കുന്നു എന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ്. അതുകൊണ്ടാണ് ഏറ്റവും അവസാന നിമിഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കം ഇങ്ങനെ ഒരു അനുരഞ്ജന നീക്കം നടത്തിയത്. പല കോണുകളിൽ നിന്നും അനുരഞ്ജന നീക്കം നടന്നിരുന്നു. PV അൻവറിനെ 2 വട്ടം PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് ടെലിഫോൺ വഴി പല നേതാക്കളും അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. കോൺഗ്രസിന്റെ ഒരു ദൌത്യ സംഘം തന്നെ വീട്ടിൽ പോയി കണ്ടു. ഒരു തരത്തിലും ഘടകക്ഷിയാക്കാതെ ഒത്തുതീർപ്പില്ലെന്ന് PV അൻവർ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം. ഒടുവിൽ ഇന്നലെ രാവിലെ ഒരു തരത്തിലും UDF-ലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപനവും നടത്തി. അതിനുശേഷമാണ് UDF നേതൃത്വം അങ്ങനെയെങ്കിൽ ഇനി PV അൻവറുമായി ചർച്ചയില്ലെന്ന പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോഴും ഒരു നേരിയ പ്രതീക്ഷ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു. PV അൻവർ തിരുത്തി UDF-നൊപ്പം ചേരുമെന്ന്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാകാം ഇന്നലെ അർദ്ധരാത്രിയോടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുടത്തിൽ PV അൻവറിനെ ഒതായിയിലെ വസതിയിൽ പോയി കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ആ കൂടിക്കാഴ്ചയിൽ ഫലം കണ്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇന്ന് തന്നെ പ്രഖ്യാപനം വരുന്നത് അതിന്റെ കൃത്യമായ സൂചനയാണ്. ഇനി വാശിയേറിയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുക. ഈ പോരാട്ടത്തിൽ വോട്ടെങ്ങനെ മറയും എന്ന് വ്യക്തമല്ല. ആരുടെ വോട്ടാണ് PV അൻവർ ചോർത്തിയെടുക്കുക എന്നതാണ് ഇരു മുന്നണികളെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നത്. ഏതായാലും പിണറായി വിജയനെതിരെ ഗുരുതരമായ ആരോപണമുയർത്തുന്ന PV അൻവർ LDF-നെതിരെ ശക്തമായ ആക്ഷേപങ്ങളുമായി പ്രചാരണത്തിനിറങ്ങുമ്പോൾ സമാനമായ പ്രചാരണ ആയുധം തന്നെ UDF ഉപയോഗിക്കുമ്പോൾ LDF-നെതിരെയുള്ള വികാരം അത് വിഘടിക്കുമോ എന്ന ആശങ്ക UDF നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിനെ അവസാന വട്ടവും അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. UDF ചെയർമാനെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുമ്പോഴും എല്ലാം ശ്രമിച്ച UDF-ന്റെ അസോസിയേറ്റ് അംഗമാക്കി PV അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും നിർത്താം എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം തന്നെ നിലവിൽ നിലമ്പൂരിൽ വിജയിക്കാൻ വളരെ കൃത്യമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കണമെങ്കിൽ PV അൻവറിന്റെ സഹായം അത്യാവശ്യമാണെന്ന വിലയിരുത്തൽ കൂടിയാണ്. ഏതായാലും PV അൻവർ ഇനി UDF-നില്ല എന്ന പ്രഖ്യാപനം നടത്തി മത്സരിക്കാൻ സന്നദ്ധനായി ഇപ്പോൾ തയ്യാറെടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഒറ്റക്കെട്ടായി വലിയ സംവിധാനങ്ങൾ ഇറക്കിക്കൊണ്ട് മത്സരത്തിന് വാശി കൂട്ടാനുള്ള തീരുമാനത്തിലേക്കാകാം ഒരുപക്ഷെ UDF പോവുക. കൂടുതൽ നേതാക്കൾ ഒരുപക്ഷെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ഊർജിതമാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം PV അൻവറിന്റെ ഒരു കരുത്തായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഘട്ടത്തിലൊക്കെ UDF പ്രതീക്ഷിച്ചത്. മാത്രവുമല്ല PV അൻവർ രാജിവെച്ചപ്പോൾ PV അൻവർ ഒപ്പമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ നിലമ്പൂർ ഈ തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെ UDF നേതൃത്വം കണക്കൂട്ടിയിരുന്നു. UDF-ന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് PV അൻവർ നിലമ്പൂരിൽ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുക്കിയിരിക്കുകയാണ്. PV അൻവറിന്റെ സാന്നിധ്യം ഏതൊക്കെ മുന്നണികൾക്ക് വെല്ലുവിളിയാകും എന്നതാണ് പ്രധാന ചോദ്യം. അരുൺകുമാർ. ഓക്കെ റോഷി.